ആരാ ഈ നേരത്ത്? പൈലിപ്പിള്ളയും അയാളുടെ ഗുണ്ടകളുവാ. ആരാ പൈലിപ്പിള്ള? ചിട്ടിക്കമ്പനി മുതലാളിയാ. പിന്നെ കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷനാ? ആരുടെങ്കിലും കയ്യും കാലും തല്ലി ഓടിക്കണ, വണ്ടി കയറ്റി കൊല്ലണ, ഇവന്മാരെ ഏൽപ്പിച്ചാ മതി. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം റേറ്റാ. അതെ, അങ്ങനെ അങ്ങ് ഏറ്റാ മതി. അച്യുതൻകുട്ടി പറഞ്ഞാ പിന്നെ പൈലിപ്പള്ളിക്ക് പിന്നെ എന്നതാ, അതങ്ങ് അനുസരിച്ചിരിക്കും അക്ഷരം പ്രതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടോ വണ്ടി കയറാ. ഈ പൈലിപ്പിള്ളി ആയിട്ട് അച്ചൂട്ടിക്ക് എന്താ ഇടപാട്? നജീബിന്റെ കയ്യോ കാലോ തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ കൊടുത്തായിരിക്കും. എന്റെ പരദൈവങ്ങളെ, ഇവന്റെ പകയൊന്ന് അടങ്ങാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. മതി. രാവിലെ ആരാണോ എന്തെങ്കിലും ഒന്ന് തിന്നാൻ നേരത്ത് ഏതെങ്കിലും പിശാചുകൾ കയറി വരും. അയ്യോ, അമ്മാവനല്ല പറഞ്ഞത്, പുറത്ത്. മിസ്റ്റർ അച്യുതൻകുട്ടിയില്ലേ? ആ ഉണ്ട്, വിളിക്കാം. അച്ചു, ഞങ്ങള് ഒരു വെഡിങ് ഇവന്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. കുടിക്കാൻ അത് വന്ന് ഒന്നും വേണ്ട. ആമാ, ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ, അല്ല കുടിച്ചതേ ഉള്ളൂ. അങ്ങോട്ട് നിങ്ങൾ കല്യാണ പെണ്ണിന്റെ ആൾക്കാരോ അതോ? അയ്യോ, അച്ചുവേട്ടന് മനസ്സിലായില്ലേ? ഇതാണ് കുരച്ചന്റെ ടെക്സ്റ്റൈലിലെ പുതിയ മാനേജർ ജാക്കറ്റ് കോശി. ജാക്കറ്റ് കോശിയല്ല, ജേക്കബ് കോശി. അപ്പൊ പേര് മാറ്റിയാ? ഞാൻ കാഞ്ചിനാഥൻ, കാഞ്ചി എന്ന് വിളിക്കും. കാഞ്ചി വിളിക്കലല്ല, കാഞ്ചി വലിക്കലല്ലേ. കാഞ്ചീപുരം മീനാക്ഷി സിൽക്സിന്റെ മാനേജറാ. മീനാക്ഷിയുടെ ആ കല്യാണം. ഏത് മീനാക്ഷി? മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു വാരിശ്. ആര്? വാർണിഷ? വാർണിഷ് അല്ല, വാരിശ് എന്ന് പറഞ്ഞ അവകാശി. മനസ്സിലായോ? അതുകൊണ്ട് മുതലിയാരയ്യാവുക്ക് ഒരേ നിർബന്ധം. കാഞ്ചീപുരത്ത് ഇതുവരെ ആരും കാണാത്ത കല്യാണം. കല്യാണത്തിന് ആരും കാണില്ലേ? അതല്ല, ഇതുവരെ നടക്കാത്ത ഒരു കല്യാണം. അപ്പൊ ഈ കല്യാണം നടക്കില്ലേ? കല്യാണം ഗംഭീരമാക്കണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പറ. അതായത് മീനാക്ഷി ബംഗ്ലാവും, ബംഗ്ലാവ് മുതൽ കല്യാണ മണ്ഡപം വരെയുള്ള റോഡും കല്യാണ മണ്ഡപവും ഒക്കെ അലങ്കരിച്ച് ദേവലോകം പോലെ ആക്കണം. ആന, കുതിര, ചെണ്ടമേളം, പുലികളി, കഥകളി, താലപ്പൊലി, തിരുവാതിര എല്ലാം വേണം. പിന്നെ മുതലിയാരയ്യാവുക്ക് വിദ്യാഭ്യാസം ரொம்ப കമ്മി. അതിനാലെ കല്യാണം കൂടാൻ വരുന്നവർ കേൾക്കാൻ പാകത്തില് ഇംഗ്ലീഷ് പേശി ബന്ധുക്കളെ പോലെ നിൽക്കാൻ കുറച്ചുപേരെ കരുതിയേക്കണം. മുതലിയാരയ്യാവുടെ മൂത്ത പെണ്ടാട്ടി വിശാലാക്ഷി അമ്മാവുടെ ഐഡിയ. മൊയിലിയാരല്ല, മുതലിയാര്. ആയിക്കോട്ടെ. അങ്ങേരുടെ ഏത് പെണ്ടാട്ടിയിലാണ് കല്യാണ പെണ്ണ്? അയ്യോ, മുതലിയാര് മീനാക്ഷിയുടെ ഒരേ ഒരു അമ്മാവനാ. പുള്ളിക്കാരന്റെ മൂത്ത പൊണ്ടാട്ടിയിലെ മകൻ ശരവണനാണ് മാപ്പിളை, മുറമാപ്പിളை. രണ്ടാമത്തെ പൊണ്ടാട്ടിയിലുള്ള പെങ്കൊച്ചു മരതകം +2 ആയിട്ടേ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ പറ്റിയ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, +2 പെണ്ണിനെ കെട്ടാൻ ഇവിടെ ആരുമില്ല. അയ്യോ, പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ല, ഈവന്റ് നടത്തുന്നത് ഏൽപ്പിക്കാൻ. കഴിഞ്ഞ തവണ കാഞ്ചീപുരം പട്ടിന്റെ ലോഞ്ച് നിങ്ങൾ നജീബിനല്ലേ കൊടുത്തത്? ഇതും അയാളെ തന്നെ ഏൽപ്പിച്ചാൽ മതി. സോറി മിസ്റ്റർ അച്യുതൻകുട്ടി, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണ്. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇത്രയും വലിയ തുകയ്ക്കുള്ള പരിപാടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഒന്നുകിൽ മീനാക്ഷി ബംഗ്ലാവും റോഡും, അല്ലെങ്കിൽ കല്യാണ മണ്ഡപവും റോഡും, ഏതെങ്കിലും ഒന്നേ നജീബിനെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇത് വലിയ തുക വരുന്ന പരിപാടിയാ. വേണമെങ്കിൽ കല്യാണ മണ്ഡപവും പാതി റോഡും ഞാൻ ചെയ്യാം, ബംഗ്ലാവും പാതി റോഡും അയാൾ ചെയ്യട്ടെ. ഞാനൊരു ഐഡിയ പറയാം. ഒന്നുകിൽ കല്യാണ മണ്ഡപവും പകുതി റോഡും അച്യുതൻകുട്ടി ചെയ്യട്ടെ, കാമാക്ഷി ബംഗ്ലാവും. അല്ല, മീനാക്ഷി. ഏത് യക്ഷിയായാലും ആ ബംഗ്ലാവും പകുതി റോഡും നജീബ് ചെയ്യട്ടെ. അത് തന്നെയല്ലേ അച്ചോട്ടനും പറഞ്ഞത്? ആണല്ലോ, എങ്കിൽ ടേക്ക് ഓക്കെ. എന്റെ അമ്മാവനാ, സിനിമയിൽ വലിയ ക്യാമറമാനാ. നിന്നോട് വിശദീകരണം ചോദിച്ചില്ല. കുഞ്ഞുനാളില് നാഗർകോവിലായിരുന്നപ്പോ എംജിആറിന്റെ കുറെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മയുടെ പേരെന്താ? വസുന്ധര. അയ്യേ, അപ്പൊ അതല്ല. ബാലമ്മാവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തമിഴും തെലുങ്കും പറയാൻ ഒരാളായ. അങ്ങനെ അറിയാനൊന്നുമില്ല. സത്യം പറഞ്ഞാ മുതലിയാരും അമ്മാവും ഒക്കെ മലയാളീസാ. പിന്നെ അപ്പനപ്പന്മാരായിട്ട് അവിടെ ബിസിനസ് തുടങ്ങിയതുകൊണ്ട് മുതലിയാരന്മാരായി പോയതാ. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? ഇവന്റ് നടത്തേണ്ട സൈറ്റ് വന്ന് കാണണം. ക്ലയന്റിന്റെ ഡിമാൻഡ്സ് അറിഞ്ഞ് ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഇട്ട് ഓക്കെ പറഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്താലേ ഞങ്ങൾ ഉറപ്പിക്കും. അതിനൊക്കെ ഇവിടെ ഈ കോശിയുണ്ട്. അപ്പോ പോകുന്ന വഴി നജീബിനെ കണ്ട് എല്ലാം ഫിക്സ് ചെയ്തോട്ടെ. നജീബ് പാതി ഏറ്റാലേ ഞാനുള്ളൂ. ഓക്കെ. അഡ്വാൻസ് എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, വരട്ടെ. എന്തായാലും എന്റെ പ്രാർത്ഥന കേട്ട് പരദൈവങ്ങൾ പറഞ്ഞു വിട്ടതാ ഇയാള്. നജീബും നീയും വീണ്ടും ഒന്നിച്ചൊരു പരിപാടി ഏറ്റെടുത്തല്ലോ, സമാധാനായി. ഒന്നിച്ചൊന്നുമല്ല, ഈ പരിപാടി ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയാഞ്ഞിട്ടുമല്ല. അവൻ ഈ മുറ്റത്ത് വന്നതെന്ന് വെല്ലുവിളിച്ചതുപോലെ എന്റെ മുന്നിലൊന്ന് കിട്ടാൻ വേണ്ടിയാ.
നേർക്ക് നേരെ പൊരുതാൻ കിട്ടിയ ഒരു അവസരം ഞാൻ വിടില്ല. അപ്പൊ കോംപ്രമൈസ് ആയതല്ലേ? കോംപ്രമൈസ് അത് ഈ ജന്മത്തുണ്ടാവില്ല അമ്മാവാ. ഇത് ഫയൽ വെച്ചേക്ക്. ശ്രീരാമലിംഗം മുതലിയാർ, മീനാക്ഷി സിൽക്ക്, മീനാക്ഷി ബംഗ്ലാവ്, കാഞ്ചിപുരം. കേരളാവിൽ നിന്ന് ഫോൺ വന്നിരുന്നു. 30-ാം തീയതിക്കുള്ള സാമൂതിരിയപ്പെട്ട് 200 എണ്ണം തീർത്തേക്കണം. ഡബിൾ സൈഡ് ബ്രോങ്കറ്റ്സ് 100 എണ്ണം. சரிங்க அம்மா. ശരി. அம்மா முதலரையா வந்துட்டாங்க. ആ ദേവരാജ, ഡിക്കിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് സൂക്ഷിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാ. ഏമനിക്കറേടാ. കോവില് തിരക്കധികം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? 1 കിലോമീറ്റർ നീളത്തിലായിരുന്നു ക്യൂ, ഒരേ കൂട്ടം. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതെ, വിശ്വംഭരയരെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണു നിറച്ച് കണ്ടതുള്ളൂ. വഴിപാടും കഴിച്ചു. ഇതാ പ്രസാദം. അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ? മീനാക്ഷിക്കുള്ള ഷോള് തുന്നിക്കഴിഞ്ഞെന്ന് അറിയാനായിരിക്കും. അത്ത കണ്ടോ? അതെങ്ങനെ? ആരും കാണിക്കണ്ടെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. கடவுள் கிட்ட மரதக என்ன கேட்டான்னு தெரியுமா? എന്നെ കേട്ടേ? அது மட்டும் சொல்ல மாட்டேன். ஏய் சொல்லண்டி. അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന്. നില്ലടി, ശരത് കുമാറാ? ചിന്ന പൊണ്ണ് ആസയോ പെരിസ് ഉണ്ണ വരുതാണ്ടി. ഏകാംബര കോയില് മാത്രമേ പോയുള്ളൂ? അല്ല, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു. முருகன் கோயில கூட கும்பிட்டு போலான்னு சொன்னேன். யாரு கேக்குறாங்க? സുബ്രഹ്മണ്യനിക്കും 2 പൊണ്ടാട്ടി, ഏകാംബരത്തിനും 2 പൊണ്ടാട്ടി. ആരെങ്കിലും ഒരാളെ തൊഴിലാ പോലെ. ഏകാംബരൻ എങ്ങനെ 2 ഭാര്യമാര്? പാർവതി മാത്ര ഭാര്യ. எங்க பொண்டாட்டி இல்லையா? ജടയ്ക്കുള്ളിരിക്കുന്ന കള്ളക്കാതിൽ എങ്ങനെ പൊണ്ടാട്ടി ആവൂടി? யாரு കള്ളക്കാതിലേ? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കരുത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരേണ്ട വീട്ടിലേക്ക്. ഇതാ പറയുന്നത്, 2 തല തമ്മിൽ ചേരും. പക്ഷെ 4 കാഞ്ചി. ഓ, ഞാനൊരു പഴഞ്ചൊല്ലു പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? ആ മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ്ങ് എത്തുന്നാ പറഞ്ഞത്. ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? അയാളുടെ നമ്പറും കൊടുത്തു. അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി കളിപ്പിക്കാനോ? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ. എന്തായാലും ഒരു വരട്ടെ. അതിനു മുമ്പ് പൊലകുളിയുടെ കാര്യം ഏർപ്പാടാക്കണം. പൊലവിളിയോ? ആരുടെ? അല്ല, പുലികളി. നീ പൊക്കോ. അവനോടാ പോവാൻ പറഞ്ഞേ. കാഞ്ചിനാഥാ, ഇത് തുറക്ക്. എന്താണ് അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടിത്ത്, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനുണ്ട്? ഇതാരുടെ? പുറം നാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള 2 പേര് ഇരിക്കട്ടെ. ഈ ദരിദ്രവാസികളാണ് അയ്യാവിടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാൽ ഒരു തറവാടിത്തോക്ക് വേണ്ടേ? അതുകൊണ്ട് അയ്യ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ. നല്ല കാശം ചെലവാക്കി. ഈ അയ്യാവിടെ ഒരു ബുദ്ധി. നീ അത് 2 ഏതെങ്കിലും മൂല കളഞ്ഞിട്ട് നീ ഇത് 2 എടുത്ത് അവിടെ തൂക്കും. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനും എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായി അണ്ണം പറയുന്ന എണ്ണം കൊണ്ട് അണ്ണന്റെ വീട്ടിൽ തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ നിന്റെ തലയിൽ കേറില്ല. കാഞ്ചി, നീ ഇത് 2 വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില്. എന്തൊരു ഭാരം. അതെ, മീനാക്ഷി ചെന്നൈന്ന് എപ്പോ വരും? 4 മണിയുടെ ട്രെയിനിന്. ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലെ ഡ്രൈവ് ഉള്ളൂ. ഞാൻ പോയനല്ലോ. അതെ, ഞാൻ പറഞ്ഞതല്ല, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. മീനാക്ഷി പ്ലാറ്റ്ഫോമിൽ തേടി എല്ലായിടത്തിലും തേടി பார்த்தாச்சு. ഭഗവാനെ, എന്റെ കുഞ്ഞു പിന്നെ എവിടെ പോയി? ഫോണിൽ കൂപ്പിട്ട് பார்த்தா സെൽഫോൺ സ്വിച്ച് ഓഫ് பண்ணிருக்கு. കടവുളെ, മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു അവകാശി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും. വേണ്ട, ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. തന്നിഷ്ടം കാണിക്കുന്നതിന് അതിരുണ്ട്. മാമന് ശരവണ്ണൊക്കെ ഓരോ വഴിക്ക് അന്വേഷിച്ച് പോയിരിക്കാം. ഇത്രയ്ക്കങ്ങ് പേടിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കുട്ടിയായിരുന്നെങ്കിൽ ഇത്രയും പേടിക്കണ്ടായിരുന്നു. നിശ്ചയം ഉറപ്പിക്കാൻ പോണ പെണ്ണ. എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായ സമാധാനം പറയേണ്ടത് ഞാനാ. നിശ്ചയോ? ആർക്ക്? നിനക്കല്ല നിശ്ചയം ഉറപ്പിക്കാൻ പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത്? എന്റെ ഇഷ്ടം ചോദിക്കാതെ ഇതൊക്കെ ഉറപ്പിക്കാൻ ആരാ പറഞ്ഞത്? ആരും പറയണ്ട. മക്കൾക്ക് കാലാകാലങ്ങൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് കാരണവന്മാരാ തീരുമാനിക്കുന്നത്.
ചെറുപ്പത്തിൽ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോ നിന്റെ ഇഷ്ടത്തിൽ വിട്ടിരുന്നെങ്കിലേ ഇതുപോലെ ചെന്നൈയിലെ കോളേജിലൊക്കെ പോയി പഠിക്കാൻ പറ്റിയായിരുന്നോ? ദേ, അപ്പാവും ഇല്ലാത്തിന്റെ കഷ്ടപ്പാട് അറിയിക്കാതെ നിന്നെ ഇത്രയാക്കാമെങ്കിലേ നിന്നെ ആർക്ക് നിശ്ചയം ഉറപ്പിക്കണമെന്നും കെട്ടിച്ചു കൊടുക്കണമെന്നൊക്കെ എനിക്കറിയാം. ഓ ശരി ശരി, സമ്മതിച്ചു. എന്നിട്ട് ആരെ എന്റെ കഴുത്ത് കയറിടാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്? അത് ഇന്നും ഇന്നലെ ഉറപ്പിച്ചല്ലാന്ന് അറിയാലോ നിനക്ക്. 10-15 ദിവസമായിട്ട് ആരും കാണിക്കാതെ വീരമണി കൊണ്ട് ഷോള് നെയ്ക്കി അവൻ. നീ വരുമ്പോ നിനക്ക് സമ്മാനമായിട്ട് തരാൻ അറിയോ? അവൻ എത്ര പെമ്പിളാർക്ക് ഷോൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അമ്മാവുക്ക്? ദേ, ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവൻ ഇവൻ എന്നൊക്കെ മര്യാദ ഇല്ലാതെ ഇനി നീ വിളിച്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ. അമ്മാവുടെ മുമ്പിൽ അവൻ നല്ല പിള്ള കളിക്കുക. നീ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാനും മാമനും പണ്ടേ തീരുമാനിച്ചതാ. ഇനി എന്റെ മോള് പഠിച്ചത് നാട് മുഴുവൻ തെണ്ടി നടന്നു മതി. അമ്മ, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെ മൂടി പതിക്കുന്നത്? എന്നായാലും അത് ഞാൻ കാണേണ്ടത് തന്നെയല്ലേ. പുറത്തു പോ. കോപിക്കല്ലേ എന്റെ മോളെ. ഞാൻ ഈ ഷോൾ വരാൻ വേണ്ടി വന്ന നിനക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് നെയ്പ്പിച്ചതാ. ദേ നോക്ക്. പുറത്തു പോനാ പറഞ്ഞത്. ഇതിനൊക്കെ പകരം വീട്ടിൽ ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. இந்த தோல் மசில்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சியை தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா, நான் மீனு அக்காவு கிட்ட போகட்டுமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லையாடி? எல்லாம் படிச்சாச்சு. ஃபர்ஸ்ட் கிளாஸ் கிடைக்கும். ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்போ. மீனாட்சி வந்தா உடனே போய் ஒட்டிக்குவா. சக்கரை பார்த்தா ஈ மாதிரி. அது அன்படி அன்பு. அம்மா எங்கடி? அப்பாவை என்ன தேய்ச்சிட்டு இருக்காங்க? അതെ, എണ്ണയിട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയാ. വന്ന് കുളിക്കാൻ നോക്കാം. கேட்டீங்களா அத்தா? நான் எது செஞ்சாலும் அக்காக்கு பிடிக்காது. எனக்கு பிடிக்கும். அது போறாதா? அது போதும் அத்தா. மச்சான் யாரது? என்னடா மாரியப்பா, ஒரு வாரமா இந்த பக்கம் காணோம். மச்சான மறந்துட்டியா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகோஸ் இது கொஞ்சம் கூட சரியில்லை. கோல்டு என்னடா, நான் இவருக்கு என்ன போடுறது உனக்கு பிடிக்கலையா? அது இல்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் செய்யறது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஆர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா எல்லாம் என் தங்கச்சி தேவநாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நாய் நீ எப்படி முழிக்க மச்சா? முழிக்கிறதா வருது, கிழிக்கிறதா வருது. டாய், புலி பதுங்கிறது எதுக்கு? பாயறதுக்கு தான். நம்ம சரவண மீனாட்சி கழுத்துல தாலி கட்டட்டும். பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவநாயகி முன்னோட்டு வைக்க மாட்டேன். சின்ன വയസ്സിലെ അണ്ണ ரொம்ப பயந்தாവ ആൾക്ക്. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നാലേ വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയിന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറുന്നു. അല്ല, പുന്നാര മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നേ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? അത് വന്ന് വേണ്ട വേണ്ട, ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ஏன் தம்பி இங்க வருவா போவா? அது கேக்குறதுக்கு இங்க யாருக்கும் அவகாசம் இல்ல. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ട് കണക്കാ. ഞാൻ പല പ്രാവശ്യം കൂട്ട சொன்னே. ഞാൻ പല പ്രാവശ്യം കൂട്ട சொன்னே. ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്ക്കൊന്നും വേണ്ട. പോടാ വിളിയെ. ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി മച്ചാ. ചാവുറാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് മുമ്പ് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി, പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്ക്, നീ തുടക്കി. വാ. വേഗം ആവട്ടെ, ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലടേ. ഇതൊരു തുടക്കം മാത്രം. ഓ, രണ്ട് ചമ്മി. ഓടാ കുറുക്ക. ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കയറ്റിപ്പിടി അണ്ണ. അമ്മമാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറകില്.
അവന്മാര് പോട്ടടാ. പോട്ടെ. പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ആ ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്കവിടെ എത്താം.